ഗുണ്ടകളെ അടിച്ചമർത്തേണ്ടവരാണ് പോലീസ്. ആ പോലീസും ഗുണ്ടകളും കൂട്ടുകൂടിയാലും ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ്. കേരള പോലീസ് ഗുണ്ടാ കൂട്ടുകെട്ട് കാരണം ജനങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുകയാണ് ഇപ്പോൾ. സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ ചെറുതും വലുതുമായ ആക്രമണങ്ങളും കൊലപാതകങ്ങളും കൂടുകയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു ഗുണ്ടാ നേതാവിനെ വെട്ടി കൊലപ്പെടുത്തി. ഗുണ്ടാ കുടിപ്പകയുടെ പേരിലായിരുന്നു ഈ കൊല. ഒരാഴ്ചക്കിടെ രണ്ടാമത്തെ കൊലപാതകമാണ് തലസ്ഥാനത്ത് അരങ്ങേറിയത്. ഭീമാപള്ളി സ്വദേശി ഷിബിലാണ് മരിച്ചത്. കേസിൽ പോലീസിന് സംഭവിച്ചത് ഗുരുതര വീഴ്ച. കേസിലെ ഒന്നാം പ്രതി ഇനാസും കൊല്ലപ്പെട്ട ഷിബിലും തമ്മിൽ പലതവണ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പോലീസ് നടപടിയെടുക്കാത്തതാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ജയിലിൽ നിന്നിറങ്ങിയ ഷിബിലി 2 ആഴ്ച മുമ്പ് ഭീമാപള്ളിയിൽ വെച്ച് ഇനാസിനെ പരസ്യമായി മർദ്ദിച്ചു. സംഭവം അറിഞ്ഞിട്ടും പോലീസ് ആ ഭാഗത്തേക്ക് തിരിഞ്ഞുപോലും നോക്കിയില്ല. പരാതി നൽകാതെ നടപടിയെടുക്കാനാകില്ല എന്നായിരുന്നു പോലീസ് അന്ന് പറഞ്ഞത്. ഇതോടെയാണ് ഇനാസും സഹോദരനും സുഹൃത്തുക്കളും ചേർന്ന് പ്രതികാരത്തിന് ഇറങ്ങിയത്. 2 ആഴ്ച മുമ്പ് അക്രമം ഉണ്ടായപ്പോൾ സ്ഥലത്തെത്തി പോലീസ് ഷിബിയെ പിടികൂടാൻ തയ്യാറായിരുന്നുവെങ്കിൽ കൊലപാതകം ഉണ്ടാകില്ലായിരുന്നു. പോലീസിന്റെ അലംഭാവമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് ആക്ഷേപം. നഗരത്തിൽ അടുത്തിടെ നടന്ന കൊലപാതകം അടക്കം പല ഗുണ്ടാ ആക്രമണങ്ങളിലും പോലീസിന് ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചത്. ഇത്തരം വീഴ്ചകൾ ഇതാദ്യമായിട്ടല്ല പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സുപ്രധാന തീരുമാനങ്ങളും പദ്ധതികളും അട്ടിമറിക്കുന്നതും പോലീസുകാർ തന്നെയാണ്. അതിനുള്ള മറ്റൊരു ഉദാഹരണം കൂടി പറയാം. പൂന്ത്ര സ്റ്റേഷൻ പരിധിയിലെ ഗുണ്ടകളെ അമർച്ച ചെയ്യാനുള്ള നടപടികളിൽ പലതും അട്ടിമറിച്ചത് ചില പോലീസ് ഉദ്യോഗസ്ഥരും ഗുണ്ടകളും തമ്മിലുള്ള കൂട്ടുകെട്ടായിരുന്നു. കൈക്കൂലി വാങ്ങി ഗുണ്ടകൾക്ക് വ്യാജ പാസ്പോർട്ട് തരപ്പെടുത്തിയും റെയ്ഡ് വിവരങ്ങൾ ചോർത്തിയും പോലീസ് ഉദ്യോഗസ്ഥർ ഗുണ്ടകളെ നന്നായി സഹായിച്ചു. ഗുണ്ടകളെ നിരീക്ഷിക്കുന്നതിൽ പോലീസ് നിരന്തരം വീഴ്ച വരുത്തുന്നതും അക്രമങ്ങൾ വർദ്ധിക്കാൻ കാരണമായി. ഗുണ്ടകൾ ഉൾപ്പെടെ ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 14 പേർക്ക് പോലീസ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങി വ്യാജ പാസ്പോർട്ട് തരപ്പെടുത്തി നൽകുകയായിരുന്നു. തുമ്പയിൽ മാത്രം ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 13 പേർക്ക് പോലീസിന്റെ സഹായത്തോടെ പാസ്പോർട്ട് തരപ്പെടുത്തി കൊടുത്തു. തുമ്പയിലും പൂന്തുറയിലും രജിസ്റ്റർ ചെയ്ത കേസുകളിൽ 2 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളായതോടെ ഇവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ ഇവരെ അറസ്റ്റ് ചെയ്യാതെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഒത്തുകളിക്കുകയും അന്വേഷണം മരവിപ്പിക്കുകയും ചെയ്തു. ഭീമാപള്ളി സ്വദേശി ഷിബിൽ കൊല്ലപ്പെടുന്നതിന് മുമ്പ് ശ്രീകാര്യത്തായിരുന്നു മറ്റൊരു ഗുണ്ടയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ശ്രീകാര്യത്ത് കാപ്പ കേസ് പ്രതി വെട്ടിക്കത്ത് ജോയി എന്ന ജോയിയാണ് മറ്റൊരു സംഘം കൊലപ്പെടുത്തിയത്. ആ സംഭവത്തിലും പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചിരുന്നു. കാപ്പ ചുമത്തി നാട് കടത്തിയിട്ടും അക്രമം തുടർന്ന ജോയിയെ നിരീക്ഷിക്കുന്നതിന് പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. മുതിർന്ന ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിട്ടും പോലീസ് അലംഭാവം തുടർന്നു. അത് കൃത്യമായി പാലിച്ചില്ല. നിരന്തരം ആക്രമണം നടത്തുന്ന ഗുണ്ടകളെ രഹസ്യാന്വേഷണ വിഭാഗം നിരന്തരം നിരീക്ഷിക്കണമെന്നാണ് DGPയുടെ നിർദ്ദേശം. എന്നാൽ ജോയിയുടെ കാര്യത്തിൽ അതും നടന്നില്ല. ജൂലൈ 8-ന് സ്റ്റേഷൻ കടവ് സ്വദേശിയും കാപ്പ കേസിലെ പ്രതിയുമായ അഖിലിനെ നെഹ്റു ജംഗ്ഷനിൽ വെച്ച് ബൈക്കിലെത്തിയവർ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. 2 ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് ആക്രമണത്തിന് കാരണം. എതിരാളികൾ 2 തവണ പിന്തുടരുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി കാണിച്ച് അഖിൽ പോലീസിൽ പരാതി നൽകിയെങ്കിലും അനങ്ങിയില്ല. കരമന സ്വദേശി അഖിലിനെ 4 അംഗ ഗുണ്ടാ സംഘം ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലും പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചു. 2019-ലെ അനന്തു കൊലക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതികൾ അഖിലിനെ കൊലപ്പെടുത്തുന്നതിന് 2 ആഴ്ച മുമ്പാണ് പാപ്പനംകോടുള്ള ബാറിൽ സംഘർഷം ഉണ്ടാക്കിയത്. കൊടും ക്രിമിനലുകളായ പ്രതികൾ ബാറിൽ അടിപിടി ഉണ്ടാക്കിയ വിവരം അറിഞ്ഞിട്ടും നേമം പോലീസ് അനങ്ങിയില്ല. കൊലക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതികളെ നിരീക്ഷിക്കുന്നതിൽ കരമന പോലീസും വീഴ്ച വരുത്തി. ഭീമാപള്ളി ജംഗ്ഷനിൽ SIയെ വളഞ്ഞിട്ട് മർദ്ദിച്ച ശേഷം പലപ്പോഴും പോലീസ് അവിടെ പരിശോധനയ്ക്ക് പോകാറില്ല. കഴിഞ്ഞ വർഷം രാത്രിയാണ് വാഹന പരിശോധനയ്ക്കിടെ പോലീസിനെ ഗുണ്ടാസംഘം വളഞ്ഞിട്ട് ആക്രമിച്ചത്. വാഹന പരിശോധന ചോദ്യം ചെയ്ത 5 അംഗ സംഘം SIയെ വളഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നു. പൂന്ത്ര സ്റ്റേഷനിലെ SI HP ജയപ്രകാശനാണ് മർദ്ദനമേറ്റത്. ഞങ്ങൾ ഇങ്ങനാണ് ഭായി എന്നാണ് കേരളത്തിലെ പോലീസിന്റെ നിലപാട്. എന്തെങ്കിലും സംഭവത്തിൽ മാധ്യമങ്ങൾ ശക്തമായ വാർത്തകൾ നൽകിയാൽ മാത്രമേ മുകൾ തട്ടിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരും അനങ്ങുകയുള്ളൂ. അതുവരെ കൈയും കെട്ടി നോക്കി നിൽക്കും. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ ഗുണ്ടകളും മണൽ മാഫിയകളും അടക്കി വാഴുകയാണെന്നാണ് മുൻ DGP ആയിരുന്ന മുഹമ്മദ് റിയാസിൽ റിപ്പോർട്ട് നൽകിയത്. എന്നാൽ അതിന്മേൽ യാതൊരു നടപടിയും ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. ഓരോ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ
ഗുണ്ടകളെ ഇപ്പോ അടിച്ചമർത്ത് പറഞ്ഞ പുതിയ പേരുകളിൽ ഓപ്പറേഷനുകളും പ്രഖ്യാപിക്കും. അതൊക്കെ ആദ്യത്തെ ഒരാഴ്ച മാത്രം ശക്തമായി നടപ്പാക്കും. പിന്നെയെല്ലാം സ്വാഹ.